നമസ്കാരം. ഇരിഞ്ഞാലക്കുട രൂപതയിലെ ഏറ്റവും പുരാതനമായ പാരമ്പര്യമുള്ള നിറവുള്ള ഇടവകയാണ് കരാഞ്ചിറ സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ ദേവാലയം. 1875 ഈ ദേവാലയം സ്ഥാപിതമായത്. 150 വർഷം തികഞ്ഞതിൻ്റെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷമായിരുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലം ഇടവയിൽ ആഘോഷിക്കപ്പെട്ടത്. ഇടവയിൽ 9 കുടുംബ യൂണിറ്റുകളുണ്ട്. 9 കുടുംബ യൂണിറ്റുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു യൂണിറ്റാണ് സെൻറ്റ് ജോർജ് യൂണിറ്റ്. ബഹുമാനപ്പെട്ട വിൻസ് ഡേവിസ് കവലക്കാട്ടാണ് ഈ യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റ്. യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ അവർ ഇടവയ്ക്ക് വേണ്ടിയും നാടിനു വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട വിൻസിൻ്റെ നേതൃത്വത്തിൽ നൂതനമായ പുതിയ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ യൂണിറ്റിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കുടുംബ യൂണിറ്റിലെ അംഗങ്ങൾക്കും ജീവിതത്തിൽ കുറച്ചും കൂടി ഒരു എക്സ്പോഷർ ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടി പ്ലാൻ ചെയ്യപ്പെട്ട ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇന്ദ്രിയ റിസോർട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നതാണ്. 1 ഡേ ട്രിപ്പാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് അടിച്ചു പൊളിക്കാം. അപ്പോൾ അതിലേക്ക് പങ്കെടുക്കാനും എനിക്കും കൂടി പങ്കുചേരാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. അതിൽ കുട്ടികളടക്കം ധാരാളം പേര് പങ്കെടുക്കുന്നുണ്ട്. അവരുടെ ഒരു വലിയ സന്തോഷം തന്നെയാണ് എനിക്കും എൻ്റെയും സന്തോഷം. എന്നായാലും എല്ലാ സമൂഹവും എന്നും ഹാപ്പിയായി തീരണം, സന്തോഷത്തോട് ജീവിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും എല്ലാവരുടെയും ആഗ്രഹം. ആ സന്തോഷത്തിൽ എനിക്ക് പങ്കുചേരാൻ കഴിഞ്ഞ വലിയ സന്തോഷം. ഇതിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സെൻറ്റ് ജോർജ് യൂണിറ്റിന് പ്രത്യേകമായ ആശംസകളും സ്നേഹത്തോടെ നേരുന്നു.
എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നിട്ട്. ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ യൂണിറ്റിയിൽ നിന്ന് എല്ലാവരും കൂടെ ഇതുപോലെ ഒരു യാത്ര പോകുന്നത്. ഏകദേശം 18 കൊല്ലത്തിന് ശേഷം. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും കൂടെ ഹാപ്പി മൊമെന്റ്സ് ഒരുമിച്ച് നമുക്ക് എൻജോയ് ചെയ്യാനും. എനിക്ക് ഇവിടുത്തെ ഈ കാലാവസ്ഥയും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഒരു ടൂറിന് വരണത്. അതൊരു യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസുകളും ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു പരിപാടിയിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യണത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാവരും എത്ര 40 വീടല്ലേ, 40 വീട്ടുകാരുണ്ട്, 48 വീട്ടുകാരുണ്ട് സെൻറ് ജോർജ് യൂണിറ്റിൽ. ഇതിൽ എല്ലാവരും ഒത്തൊരുമയിൽ നല്ല സ്നേഹത്തോടെയാണ് ഇവിടെ എല്ലാവരും എൻജോയ് ചെയ്തത്. മൊത്തത്തിൽ നല്ലൊരു വൈബായിരുന്നു, കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും. ഇങ്ങനെ ഒരു ട്രിപ്പ് ആക്ച്വലി ഭയങ്കര ഒരു എന്താ പറയാ, ഒരു കൂട്ടായ്മയുടെ ഒരു സാധനം കൊണ്ടുവരുന്ന ഒരു ഐറ്റമാണ്. ലൈക്ക് ഞങ്ങള് പിള്ളേരുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ബിഹാഫ് ഓഫ് യൂത്ത് ആസ് വെൽ ആസ് ചിൽഡ്രൻ അവരുടെ സൈഡിൽ നിന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു വൈബ്രന്റ് ഏരിയ തന്നെയായിരുന്നു ഈ റിസോർട്ട്. ഇന്ദ്രിയ റിസോർട്ട് ഞങ്ങൾക്ക് ഭയങ്കര വൈബ്രന്റ് ഏരിയ ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ വെരി കൺഗ്രാറ്റുലേഷൻസ് ടു ആൻഡ് താങ്ക് യു ടു ഞങ്ങളുടെ യൂണിറ്റ് പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ യൂണിറ്റ് ട്രഷറർ, യൂണിറ്റിന്റെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും നല്ലൊരു താങ്ക് യു കൊടുക്കുകയാണ്. കാരണം ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസ്, അതുപോലെ ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. ലൈക്ക് ഒരു എന്താ പറയാ, ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വലിയവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ, ആ ഒരു സംഭവം ഉണ്ടായിരുന്നു മീറ്റിങ്ങിന്റെ ഇടയിലൊക്കെ. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. എല്ലാവരും ലിറ്ററലി പറയുകയാണെങ്കിൽ ഈച്ച് ആൻഡ് എവ്രി വൺ അടിപൊളിയായിട്ട് ചെയ്തു. ആ ഒരു എന്താ പറയാ സംഭവം ഞങ്ങളുടെ യൂണിറ്റിന് ഭയങ്കര ഒരു കൂട്ടായ്മയുടെ ഒരു സാധനം വരുത്തിച്ചു അല്ലേ ചേച്ചിയെ? അടിപൊളിയായിരുന്നില്ലേ? യെസ്, താങ്ക് യു സോ മച്ച്. കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള എല്ലാവരും ഇതിൽ സംബന്ധിക്കാനായിട്ട് മനസ്സ് കാട്ടി മുന്നോട്ട് വന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും. ഞാൻ പ്രസിഡൻ്റായ സമയത്ത് 25 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ ടൂറ്
മലമ്പുഴയ്ക്ക് തുടങ്ങിയത്. ഇപ്പോൾ വിൻസ് പ്രസിഡൻ്റായി ഇപ്പോൾ വീണ്ടും ഒരു ടൂർ സംഘടിപ്പിച്ചു. വളരെ ഭംഗിയായിരിക്കുന്നു. അന്നേക്കാൾ വളരെ ആകർഷകമായി ഒരുപടി ആളുകളുണ്ട്. 60 പേരോ 60,000 വ്യക്തികളുണ്ടായിരുന്നു. വളരെ സന്തോഷപ്രദമാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാ കാര്യങ്ങളും നല്ല ഡീസൻ്റായിട്ട് ഇവിടെ നിങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ നന്നായി ആസ്വദിച്ചു. പിള്ളേർ കുട്ടികളൊക്കെ വെള്ളത്തിൽ നിന്ന് ഇപ്പോഴും കയറിയിട്ടില്ല. അങ്ങനെ എല്ലാം നല്ലതായിരുന്നു. എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർ വരെ അതിനെ സന്തോഷപ്രദമായി അത് ഏറ്റെടുത്തു. വളരെ സന്തോഷം. കരാഞ്ചിറ വേറൊരു യൂണിറ്റിൽ നിന്നും ഇങ്ങനെ ഈ ഒരു വൈബിൽ ഒരു ടൂർ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. അത് മാത്രമല്ല നമ്പറും ഒരിക്കലും ഇത്രയും കിട്ടത്തില്ല. അത് നമ്മുടെ ഈ സെൻറ്റ് ജോർജ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ പുതിയ പ്രസിഡൻ്റായിട്ടുള്ള വിൻസിൻ്റെ അത് സമ്മതിക്കാൻ പറ്റില്ല. ന്യൂ ജനറേഷൻ വൈബ്, ന്യൂ ജനറേഷൻ ടെക്നോളജി. വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എല്ലാവരും വളരെ നല്ല ഭംഗിയായിട്ട് കോഓപ്പറേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഇത് ഓർഗനൈസ് ചെയ്തിട്ടുമുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്തിട്ടുമുണ്ട്. എന്തായാലും അതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും സെൻറ്റ് ജോർജ് യൂണിറ്റ് ഇനിയും ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എല്ലാ വർഷവും നടത്തുന്നു വിചാരിക്കുന്നു. നമ്മുടെ ആ കൂട്ടായ്മ കൂട്ടിയുറപ്പിക്കുന്നതിനൊക്കെ ഇതൊരു സഹായകരമാവും എന്ന് ഞാൻ കേട്ടു. ഇങ്ങനത്തെ ഒരു ട്രിപ്പ് അറേഞ്ച്മെൻറ്റ് ചെയ്ത ഭാരവാഹികൾ യൂണിറ്റ് പ്രസിഡൻറ്റ് വിൻസ് KDക്കും സെക്രട്ടറിക്കും അതിനോട് സാമ്പത്തികമായിട്ടും എല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ഇവിടെ വന്ന് സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദി. വളരെ നല്ല അനുഭവമായിരുന്നു ഈ ടൂറ്. ഒരുപാട് നമ്മൾ കയറാത്ത കുറേ റൈഡുകളിലൊക്കെ കയറാനായിട്ട് പറ്റി. കുറച്ച് പേടിച്ചാണെങ്കിൽ എല്ലാത്തിലും കയറാനൊക്കെ പറ്റി. നല്ല അനുഭവമായിരുന്നു. മൊത്തത്തിൽ നല്ലായിരുന്നു. ഞങ്ങൾ ഇന്ന് വന്ന ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറേ കയറാത്ത റൈഡുകളിലൊക്കെ കയറി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് പറഞ്ഞ പോലെ പുതിയൊരു അനുഭവമായിരുന്നു. ഞങ്ങളെ ഇതിന് സംഘടിപ്പിച്ച് ഞങ്ങളുടെ യൂണിറ്റ് ഭാരവാഹികൾക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി. എല്ലാ വർഷവും ഞങ്ങൾ ഇനി ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 10 to 10 ബിസി ആയിട്ടുള്ള ലൈഫിൽ ഇത്ര ചൂടുള്ള കാലാവസ്ഥയിൽ ഒരു കൂൾ ഡേ ആയിരുന്നു ഇന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ മാറി മാറി വന്നാലും അവർക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് തോന്നട്ടെ. ഞങ്ങളും കൂടെ ഉണ്ടാവും എന്നും. വളരെയധികം എൻജോയബിളായിരുന്നു. എല്ലാവരും വളരെ ഹാപ്പിയാണെന്നാണ് എൻ്റെയും ഒരു അഭിപ്രായം. The world is full of mud and tedious. Let us go under the shade of tomb. ഇവിടെ ഏറ്റവും കുഞ്ഞു പൈതങ്ങൾ മുതൽ ഒരു മുതുമുത്തച്ഛന്മാർ 90-100 വയസ്സായിട്ടുള്ള ആളുകൾക്ക് വരെ വന്ന് എൻജോയ് ചെയ്ത് സമയം കളയാനായിട്ടുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്ദ്രിയ റിസോർട്ട്സ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും വലിയവർക്ക് ഇൻഡോർ ഗെയിംസ് തുടങ്ങിയ എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനിയും വന്ന് കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വ്യക്തിപരമായിട്ട്. അപ്പോൾ എല്ലാവരും അത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.